SFIക്കെതിരെ പരസ്യ നിലപാടുമായി കാലടി സംസ്കൃത സർവകലാശാല. ക്യാമ്പസ് ലഹരി കേന്ദ്രീകൃതമെന്ന് തുറന്നു പറച്ചിൽ. SFI സമരം ലഹരി മാഫിയയുടെ ഒത്താശയോടെ ആണ് എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ക്യാമ്പസിനകത്ത് SFIയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. ക്യാമ്പസ് അധികൃതർ അടുത്ത കാലത്തെടുത്ത ചില നിർണായകമായ തീരുമാനങ്ങൾക്കെതിരെയാണ് SFI സമരം നടത്തുന്നത്. അതായത് ക്യാമ്പസ് അധികൃതർ വ്യക്തമാക്കുന്നത് രാത്രി 11 മണി കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൻ്റെ പരിസര പ്രദേശം മുഴുവൻ ലഹരി മാഫിയ കൈയടക്കുന്നു എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ ഈ സർവകലാശാല കൈക്കൊണ്ടിരുന്നു. രാത്രി 11 മണിയോടുകൂടി ക്യാമ്പസിൻ്റെ പ്രധാന കവാടം അടയ്ക്കാനും ഹോസ്റ്റലുകളുടെ ഗേറ്റുകൾ അടയ്ക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ജിജീഷ് കരുണാകരനിൽ നിന്നും തേടാം. ജിജീഷെ, ഈ SFI സമരത്തിൻ്റെ അടിസ്ഥാനം ലഹരി മാഫിയയെ സംരക്ഷിക്കാനാണ് എന്നാണ് നിലവിൽ സർവകലാശാല അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജിജീഷ്? ഗൗതം, ഇത്തരത്തിൽ ഒരു സർവകലാശാല തന്നെ വ്യക്തമാക്കുന്നു അത് ലഹരി കേന്ദ്രീകൃതമാണ് എന്ന്. കാരണം കാലങ്ങളായി ഇടത് സിൻഡിക്കേറ്റ് അടക്കം നിയന്ത്രണത്തിലുള്ള ഒരു സർവകലാശാലയാണ് അത് പറഞ്ഞു മുന്നോട്ട് വന്നിരിക്കുന്നത്. യാദർച്ഛികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനിടയിലാണെങ്കിലും അവർക്ക് പറയേണ്ടി വന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കലാലയങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾ ലഹരിയുടെ കേന്ദ്രമാകുന്നു എന്ന് സമ്മതിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കുന്നു, കലാലയങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന SFIക്കെതിരെ തന്നെ വിരൽ ചൂണ്ടുകയാണ് ഈ സർവകലാശാല ചെയ്യുന്നത്. കാരണം ഈ SFIയുടെ പങ്കാളിത്തം, SFI ആണ് അവിടെ സമരം ചെയ്യുന്നത്. ഈ നിബന്ധനകൾക്കെതിരെ രാത്രി 12 മണിക്ക് ശേഷം ഗേറ്റുകൾ, പ്രധാന കവാടങ്ങൾ അടച്ചിടണം. കാരണം അത് സുരക്ഷയെ കരുതിയുള്ള മുൻകരുതലുകളാണ്, മുൻനിർത്തിയുള്ള നടപടികളാണ്, അതിന്റെ ഭാഗമായി ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിനെ തകിടം മറയ്ക്കാൻ ശ്രമിക്കുന്നത് അവിടെ സമരരംഗത്തുള്ളത് SFI ആണ്. SFIക്ക് പിന്നിൽ ലഹരി മാഫിയയുടെ സംഘമുണ്ട് എന്ന് തന്നെയാണ് കാലടി സർവകലാശാല വ്യക്തമാക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പരാതിയിലടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഹരി മാഫിയയുടെ സഹായം ലഭിക്കുന്നുണ്ട്, പുറത്തു നിന്നുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ്. അതായത് ഇത്തരത്തിൽ ക്യാമ്പസിനകത്തേക്ക് രാത്രികാലങ്ങളിലടക്കം കടന്നു വന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കാനും ലഹരി ഇടപാടുകളുടെ കേന്ദ്രമായി കാലടി സംസ്കൃത സർവകലാശാലയെ മാറ്റാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ലഹരി മാഫിയയുണ്ട്. ഈ ലഹരി മാഫിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരക്കാർ സമരം നടത്തുന്നത്. ഈ ഒരു നിബന്ധനകൾക്കെതിരെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സർവകലാശാല തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് കാലടി സർവകലാശാല വ്യക്തമാക്കുമ്പോൾ അവിടെ വിരൽ ചൂണ്ടുന്നത് SFIക്കെതിരെയാണ്. കാരണം SFI സമരം നടത്തുന്നു, ഈ ഒരു നിബന്ധനകൾ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല, തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പാലിക്കാൻ കഴിയില്ല, സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് ഇവിടെ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ ലഹരിയുടെ കേന്ദ്രങ്ങളാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് ഒത്താശ ചെയ്യുന്നത് അവിടെയുള്ള SFIയുടെ വിദ്യാർത്ഥി സംഘടന. ഈ കലാലയങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷം പലപ്പോഴും സംഘടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തി കലാലയങ്ങളെ വരുതിക്കുള്ളിലാക്കുന്ന SFIയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഈ ക്യാമ്പസുകൾ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നത് എന്നത് തന്നെയാണ്. മുമ്പും നിരവധി SFI നേതാക്കൾ ലഹരിയുമായി പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ലഹരി കൈവശം വെച്ചതിന് പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല സംസ്ഥാനത്തിന്റെ പല കലാലയങ്ങളിലും ഇത്തരത്തിൽ ഉണ്ടായിരുന്നത്. അത് കൂടുതൽ വ്യക്തമാക്കുന്നത് തന്നെയാണ് കാലടി സർവകലാശാല ഇപ്പോൾ SP-ക്ക് നൽകിയിരിക്കുന്ന പരാതി, റൂറൽ SP-ക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന കത്തിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കലാലയങ്ങളെ ഇത്തരത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നത് എന്ന കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ SFIയുടെ പങ്കാളിത്തം കൂടിയാണ് സർവകലാശാല വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ലഹരി മാഫിയയുടെ ഒരു സ്വാധീനം, അവരുടെ ഒരു പിന്തുണയോടുകൂടി സമരം ചെയ്യുന്നു. അങ്ങനെ ഇത്തരം നിബന്ധനകളെ എല്ലാം തകർക്കാനുള്ള ഒരു ശ്രമം ആസൂത്രിതമായി നടക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഇവിടെ സംസ്കൃത സർവകലാശാല ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാലങ്ങളായി അവിടെ ലഹരി മാഫിയകൾ
വലിയ വിളയാട്ടമായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകളടക്കം വിവിധ കവാടങ്ങൾ വഴി, സർവകലാശാലയിലെ വിവിധ കവാടങ്ങൾ വഴി അതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ കവാടങ്ങൾ വഴി സർവകലാശാലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവിടെ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തുന്നു, വിദ്യാർത്ഥികൾക്ക് ലഹരി ഇടപാടുകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന കാര്യം, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതകൾ കൃത്യമായി തന്നെ പുറത്ത് പറഞ്ഞത് അവിടെയുള്ള സിൻഡിക്കേറ്റ് ഉപസമിതി തന്നെയാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. രാത്രി 11 മണിക്ക് കവാടങ്ങൾ അടക്കണം എന്നതടക്കമുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് അവിടെയുള്ള സിൻഡിക്കേറ്റാണ്. ഇടത് നേതൃത്വം നൽകുന്ന ഇടത് സംഘടന KS അരുൺകുമാർ അടക്കമുള്ള ഒരു ഉപസമിതിയാണ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചത് എങ്കിൽ അതിനെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളുടെ മുന്നിലും ഉള്ളത് ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്, SFI ആണ് എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അങ്ങനെ ലഹരി ഇടപാടിൽ, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സർവകലാശാല അത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒപ്പം തന്നെ SFIയുടെ പങ്കാളിത്തം കൂടി ഇക്കാര്യത്തിൽ വെളിവാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഉപസമിതി, ഈ സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ക്യാമ്പസിന്റെ പ്രധാനപ്പെട്ട ഗേറ്റ്, പ്രധാന കവാടം രാത്രി 11 മണിക്ക് അടയ്ക്കും. മറ്റൊന്ന്, ഹോസ്റ്റലുകളുടെ ഗേറ്റുകൾ 11 മണിക്ക് അടയ്ക്കും എന്നുള്ളതാണല്ലോ. നിലവിലെ സ്ഥിതി എന്താണ്? അതായത് ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇത് നിലവിൽ വരണം എന്നതായിരുന്നു സിൻഡിക്കേറ്റിന്റെ തീരുമാനം, സർവകലാശാലയുടെ തീരുമാനം. പക്ഷേ നിലവിൽ ഈ കവാടം അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അതിന് മുന്നിൽ ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണോ സമരമാണോ SFIയുടെ ഭാഗത്ത് നിന്നും ഇപ്പോഴുണ്ടാകുന്നത് രാത്രികാലങ്ങളിൽ? ഗൗതം, ഇപ്പോൾ നടപ്പിലാക്കിയ നിബന്ധനകളൊന്നും തന്നെ കൃത്യമായി പാലിക്കാൻ സർവകലാശാലയ്ക്ക് കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഘടിത വിദ്യാർത്ഥി നീക്കങ്ങൾ തന്നെയാണ് SFI അവിടെ നടത്തിയിരിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ അവിടെ സമരങ്ങൾ തുടർച്ചയായി തന്നെ നടക്കുന്നു. ഈ ഒരു നിബന്ധനകൾ പാലിക്കാൻ എല്ലാ കവാടങ്ങളും അടക്കുക, മുഖ്യ കവാടം 11 മണിക്ക് അടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ 12 നിബന്ധനകളാണ്. കാരണം സർവകലാശാല വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 12 നിബന്ധനകൾ തങ്ങൾ ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസം 1-ാം തീയതിയിലായിരുന്നു ഇത് നടപ്പിൽ വരുത്തിയത്. അതിനെതിരെ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ ഉണ്ടായി. SFI അതിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നിബന്ധനകൾക്കുള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ ഒരു കൂട്ടം, വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം മാത്രം സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അതിന് മുന്നിലുണ്ടായിരുന്നതും SFI ആയിരുന്നു. അവർക്ക് യാതൊരു ഇത്തരത്തിലുള്ള നിബന്ധനകൾ സഹിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ആളുകളോട് കയറരുത് എന്ന് പറയുന്നതും രാത്രി 12 മണിക്ക് ശേഷം കലാലയത്തെ ഒരു സംഘടിത വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റരുത് എന്നെല്ലാമുള്ള കൃത്യമായി തന്നെയുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളുമായിരുന്നു ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതൊന്നും പാലിക്കാൻ SFI തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളെ മുന്നിലിറക്കിക്കൊണ്ടുള്ള സമരങ്ങൾക്ക്, അത്തരമുള്ള സമര നീക്കങ്ങൾക്കുള്ള ശ്രമങ്ങൾ കൂടി അവർ നടത്തുകയും ചെയ്തു. അങ്ങനെ പ്രവേശനം 11-ന് പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന കാര്യമാണ് കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത്. ഈ അച്ചടക്ക ലംഘനങ്ങൾ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യമായിരുന്നു സർവകലാശാല വ്യക്തമാക്കിയത്. എങ്കിൽ അതിനെ തങ്ങൾ തകിടം മറിക്കും സമരത്തിലൂടെ എന്ന് വ്യക്തമാക്കുകയായിരുന്നു SFI ചെയ്തത്. അങ്ങനെ ഒരു സർവകലാശാല ആദ്യമായി അതിന്റെ വാർത്താക്കുറിപ്പിലും പരാതിയിലും അടക്കം അത് ലഹരി കേന്ദ്രീകൃതമായിരിക്കുന്നു ആ സർവകലാശാല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ സർവകലാശാലയുടെ ഭരണസാരഥ്യമുള്ള SFI ഇടത് യൂണിയനുകൾ തന്നെ അതിനെ തകർക്കാനുള്ള മറു നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സമരത്തിന്റെ, അല്ലെങ്കിൽ കാലടി സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു രത്നച്ചുരുക്കമെന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട്, ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ അവിടെയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. SFIയുടെ സമരത്തെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുന്നില്ല. SFI സമരത്തിന് എതിരെ നിൽക്കാൻ, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്യാമ്പസുകളെ ലഹരിയുടെ കേന്ദ്രമാക്കുന്നതിനെതിരെ കൃത്യമായ ഒരു സമീപനം, ഒരു നിലപാട് സ്വീകരിക്കാൻ അവിടെയുള്ള സിൻഡിക്കേറ്റിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. മറുഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർവകലാശാല നടപ്പിലാക്കിയ തീരുമാനങ്ങൾ അത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ, അച്ചടക്കം പാലിക്കാൻ അല്ലെങ്കിൽ അച്ചടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ SFIയും ശ്രമിക്കുന്നില്ല. മറിച്ച് അത് തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ്
SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം. സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ നിന്നും ഇടത് ചിന്തകരെന്ന് പറയുന്ന ആളുകളിൽ നിന്നും എന്ന കാര്യം പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലഹരി നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ സർവകലാശാല നടത്തുമ്പോൾ, കാലടി സർവകലാശാല നടത്തുമ്പോൾ അതിനെ തകിടം മറിക്കുന്നതും അതിന് പിന്നിലുള്ളതും SFI ആണ് എന്ന ആരോപണം കൃത്യമായി ഉയരുമ്പോൾ അത് അതീവ ഗൗരവമാണ്. കാരണം വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന ഘട്ടങ്ങളിൽ ലഹരി ഇടപാടുകാരായ വിദ്യാർത്ഥികൾ മാറുകയെല്ലാം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ തടയേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ലഹരിക്കെതിരായ പോരാട്ടങ്ങളുടെ ഭാഗമായി സർവകലാശാല ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ തകിടം മറിക്കാനും അട്ടിമറിക്കാനുമുള്ള അടുത്ത കാലത്ത് ഈ ക്യാമ്പസിനകത്ത് ലഹരി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ പരാതികൾ ഉയരുകയും ചെറിയ തോതിൽ പോലീസ് അറസ്റ്റുമൊക്കെ ഉണ്ടായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവരെല്ലാം SFI ബന്ധമുള്ളവരാണല്ലോ. അതുതന്നെയല്ലേ ഈ സർവകലാശാല സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്? SFIക്കാരല്ലേ ഇത് ഈ കഞ്ചാവും മറ്റ് MDMA ഒക്കെ അതിനകത്ത് വിതരണം ചെയ്തിരിക്കുന്നത്? ഗൗതം, പല കലാലയങ്ങളിലും യൂണിയൻ ഓഫീസുകൾ എന്ന് പറയുന്നത് ലഹരിയുടെ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ പല കലാലയങ്ങളിലെയും യൂണിയൻ ഓഫീസുകൾ ലഹരി ഉപയോഗിക്കാനും ലഹരി ഇടപാടുകൾക്കുമുള്ള കേന്ദ്രങ്ങളാകുന്നു എന്ന കാര്യം വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ആ വിദ്യാർത്ഥി സംഘടനകൾ, ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തത്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ പല സർവകലാശാലകളും കൃത്യമായ നടപടിയിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല. അതിനവരെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മറുഭാഗത്ത് ഉള്ളത് SFI ആണ്. SFI സംഘടിതമായി തന്നെ അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വരുന്നു. ലഹരിക്കെതിരെ പോരാട്ടത്തെ പോലും തകർക്കാൻ സംഘടിതമായി നീങ്ങുന്നു. എന്നാൽ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം സിൻഡിക്കേറ്റും സെനറ്റും എല്ലാം ഇടത് കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നീക്കത്തിന്, ധൈര്യപൂർവമായ നീക്കത്തിന് ഒരു കാലടി സർവകലാശാലയിൽ ക്യാമ്പസിൽ കൃത്യമായ അച്ചടക്കം വേണം, അല്ലെങ്കിൽ ക്യാമ്പസിൽ ലഹരി മാഫിയയുടെ കൈകളിലേക്ക് അവിടുത്തെ കുട്ടികൾ വഴുതി വീഴും എന്ന് ക്യാമ്പസ് അധികൃതർ തന്നെ വ്യക്തമാക്കുകയാണ്. അതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധമെന്ന നിലയിലുള്ള പോരാട്ട നാടകം നടക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഈ സിൻഡിക്കേറ്റിലെ, അതായത് ഇത്തരം ഒരു തീരുമാനമെടുത്ത സിൻഡിക്കേറ്റിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഇടത് സംഘടനകളുമായി ബന്ധപ്പെട്ടവരോ പഴയ SFI നേതാക്കളോ ഒക്കെ തന്നെയാണ്.